ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കൊടിയാർച്ചനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജ്യോതി പ്രയാണയാത്ര ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെത്തി. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, തത്സമയ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ജ്യോതിപ്രയാണ യാത്രയാണ് ഇപ്പോൾ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ കൂടി. ക്ഷേത്ര അങ്കണത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഈ ദീപജ്യോതിയും കുരുക്ഷേത്രയിൽ നിന്ന്, അതായത് സഹസ്രനാമത്തിന്റെയും ഉത്സവ കേന്ദ്രമായിട്ടുള്ള ഈ ക്ഷേത്രത്തെ ഡൽഹി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലെ വിഷ്ണു സഹസ്രനാമ കൂടിയാർച്ചനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം ആരംഭിച്ച ജ്യോതിപ്രയാണ യാത്ര ഇതാ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു. വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ഭക്തജനങ്ങളും സംഘാടകരും നൽകിയിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജിഷ്ണു തുടരുകയാണ്. ജിഷ്ണു, എത്രത്തോളം ഭക്തിസാന്ദ്രമാണ് അന്തരീക്ഷം? ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കുരുക്ഷേത്രയിൽ നിന്ന്, ഭീഷ്മകുണ്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ദീപജ്യോതി, ആ പ്രയാണം ഇവിടെ ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഈ ജ്യോതി പകർന്നു നൽകിയിട്ടുള്ളത് കുരുക്ഷേത്രയിൽ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഉത്ഭവ കേന്ദ്രമായി കരുതുന്ന കുരുക്ഷേത്രയിലെ ഭീഷ്മകുണ്ടിൽ നിന്നാണ് ഈ ജ്യോതി പകർന്നു നൽകിയിട്ടുള്ളത്. ആ ജ്യോതി ഇന്ന് രാവിലെയോടുകൂടി ഡൽഹി അതിർത്തിയിലേക്ക് എത്തിയിരുന്നു. ഇവിടെ നിന്ന് ഡൽഹി അതിർത്തിയിൽ നിന്ന് വിവിധ ക്ഷേത്രങ്ങൾ, RK പുരം അയ്യപ്പൻ ക്ഷേത്രം, കൂടാതെ പുഷ്പവിഹാറിലെ ക്ഷേത്രം, ബാലാജി ഗണപതി ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ ഒരു സ്വീകരണം അല്ലെങ്കിൽ ഭക്തിപൂർവമായിട്ടുള്ള ചടങ്ങുകൾ ഏറ്റുവാങ്ങി വൈകിട്ടോടുകൂടിയാണ് ക്ഷേത്രത്തിന്റെ അങ്കണത്തിലേക്ക് എത്തിയത്. അവിടെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അല്ലെങ്കിൽ താലപ്പൊലിയോടുകൂടി ഈ ദീപജ്യോതിയെ സ്വീകരിച്ചു. തീർത്തും ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷത്തിലേക്ക് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്ര അങ്കണം കടക്കുന്നു. മറ്റന്നാൾ മുതലാണ്, അതായത് ഒക്ടോബർ 6 മുതലാണ് ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന നടക്കുന്നത്. അർച്ചനയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക മണ്ഡപം തയ്യാറാക്കിയിട്ടുണ്ട്. ആ മണ്ഡപത്തിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ നാമങ്ങൾ 1 കോടി തവണ ഉരുവിട്ടുകൊണ്ടുള്ള ജപം, പ്രത്യേക പ്രാർത്ഥന നടക്കും. ആ ഒരു പ്രാർത്ഥനയ്ക്ക്, ആ ഒരു കോടി അർച്ചനയ്ക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് നിരവധി ആചാര്യന്മാരാണ് ഉത്തര ഗുരുവായൂരപ്പൻ്റെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിന് പുറത്ത്, പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇത്തരത്തിലൊരു അർച്ചന നടക്കുന്നത്, മഹായജ്ഞം നടക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് സംഘാടകരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അത്തരത്തിലൊരു വലിയ ആഘോഷ പരിപാടി, വലിയ യജ്ഞത്തിലേക്ക് ഈ ക്ഷേത്ര അങ്കണം കടക്കുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയാവുന്നു. ചേട്ടാ, മറ്റന്നാൾ മുതൽ വിഷ്ണു സഹസ്രനാമ കോടി അർച്ചന ആരംഭിക്കുകയാണ്. എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രത്തിൽ നടത്തിയത്? എല്ലാ തയ്യാറെടുപ്പായി കഴിഞ്ഞു. തന്ത്രി എത്തിക്കഴിഞ്ഞു. കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ഈ ജ്യോതി തന്ത്രിക്ക് കൈമാറും. പിന്നെ മറ്റന്നാൾ രാവിലെ 6 മണിക്ക് തുടങ്ങും. സ്വാമി അധ്യാത്മാനന്ദജി അതിൻ്റെ ഇനാഗുറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യം 6 മണിക്ക് തുടങ്ങും. ഈ
ഒരു ദീപജ്യോതി പ്രയാണം തന്നെ ഭക്തസമൂഹം ഏറ്റെടുത്തു. വലിയ തിരക്കാണ് വിവിധ ക്ഷേത്രങ്ങളിൽ അനുഭവപ്പെട്ടത്. അതെ, ഒരു വലിയ തിരക്കാണ്. രാവിലെ കാലത്ത് ആർക്കേപുരം അയ്യപ്പ ടെമ്പിൾ, മീനാക്ഷി ടെമ്പിൾ, പിന്നെ മലയ മന്ദിർ, അത് കഴിഞ്ഞിട്ട് പുഷ്പവിഹാർ അയ്യപ്പ ടെമ്പിൾ, പിന്നെ ഇന്നിപ്പോൾ വൈകുന്നേരം ഗണേഷ് മന്ദിർ, പോക്കറ്റ് ഫോർ, രാം മന്ദിർ, അത് കഴിഞ്ഞിപ്പോൾ ലാസ്റ്റ് ഇവിടെ എത്തി 7 അമ്പലങ്ങളിൽ പോയി. അത്തരത്തിൽ ദീപജ്യോതി പ്രയാണം വിവിധ ക്ഷേത്രങ്ങളിലെ ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് മയൂർവിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ദീപജ്യോതി അല്പസമയത്തിനകം തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കൈമാറും. ഇവിടെ ക്ഷേത്രത്തിനകത്തുള്ള ജ്യോതിയിൽ ആ ദീപം ലയിപ്പിക്കും. തുടർന്ന് ഈ ദീപജ്യോതിയിൽ നിന്നാണ് വിഷ്ണു സഹസ്രനാമ കോടി അർച്ചനയ്ക്കുള്ള ദീപം തെളിയിക്കുക. വലിയ ഘോഷയാത്രയോടുകൂടി ഭക്തരുടെ സാന്നിധ്യത്തിലാണ് ഈ ദീപജ്യോതി ക്ഷേത്രത്തിനകത്തേക്ക് എത്തിയിട്ടുള്ളത്. KP. ശരി, ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.